ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സത്യത്തിന് നിൽക്കാൻ ഒരു തൂണ് വേണ്ട എന്ന് പറയാറുണ്ട്. സത്യം സ്വയം സ്വന്തം കാലിൽ നിൽക്കുന്നു. അതിന് താങ്ങായി മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. എന്നാൽ അസത്യം നിലനിൽക്കണമെങ്കിൽ അതിന് നിലനിൽപ്പില്ല. അസത്യത്തിന് ശാശ്വതമായ നിലനിൽപ്പില്ല. അതിന് സത്യത്തിൻ്റെ താങ്ങ് കൂടിയേ കഴിയൂ. അതിനാൽ ഒരു കവി പറയുന്നു, സത്യം സ്വയം ശ്വസിക്കുന്നു, സത്യഹീനൻ സ്വയം നശിക്കുന്നു. സത്യൻ സ്വയം ശ്വസിക്കുന്നു, സ്വയം നിലനിൽക്കുന്നു. മറ്റൊന്നിൻ്റെയും ആപേക്ഷികത ഇല്ലാതെ സത്യം സ്വയം ശ്വസിക്കുന്നു എന്നാൽ നിലനിൽക്കുന്നു എന്നർത്ഥം. സത്യത്തിന് നിലനിൽക്കാൻ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. നിരപേക്ഷമായി സത്യം എന്നും നിലനിൽക്കുന്നു. സത്യം പരം ധീമഹി. ഏറ്റവും ശ്രേഷ്ഠമായത് സത്യമാണെന്ന് മനസ്സിലാക്കിയാലും അതിൻ്റെ തുടക്കം നമ്മൾ വാക്കിലൂടെ ഉള്ളതുപോലെ പറയുന്നതിനെയാണ് സത്യം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ നിന്നും അത് തുടങ്ങി അന്തിമത്തിലെത്തുമ്പോൾ അത് പരമാത്മാവിനെ കുറിച്ചായി മാറുന്നു. സത്യം എന്നത് ഈശ്വരൻ തന്നെയായി മാറുന്നു. അതാണ് സത്യം സ്വയം ശ്വസിക്കുന്നു, സത്യഹീനൻ സ്വയം നശിക്കുന്നു. സത്യത്തെ വിട്ട ഒരാൾക്ക് നാശം മാത്രമാണിവിടെ. സത്യത്തെ പരിപാലിക്കുന്ന ആൾ എന്നും നീണാൾ വാഴുന്നു. മഹാത്മാഗാന്ധിയുടെ സത്യത്തെക്കുറിച്ച് ഇന്നും എല്ലാവരും വാനോളം വാഴ്ത്തുന്നു. സത്യസന്ധൻ എന്നും നിലനിൽക്കുന്നു. സത്തായിരിക്കുന്ന പരമാത്മാവുമായി തന്നെ സന്ധിപ്പിക്കുന്നതാണ് സത്യസന്ധൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും സത്തുമായി സന്ധിക്കേണ്ടതുണ്ട്. സത്തുമായി വേർപെട്ടാൽ പിന്നെ നമ്മൾ അസത്തായിരിക്കുന്ന ഈ പ്രപഞ്ചവുമായിട്ടാണ് ബന്ധിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് നിത്യ ദുഃഖമായിരിക്കും അതിൻ്റെ ഫലം. അതാണ് സത്യം സ്വയം ശ്വസിക്കുന്നു, സത്യഹീനൻ സ്വയം നശിക്കുന്നു. സത്യത്തിനായിക്കൊണ്ട് ജീവിപ്പവൻ സ്വയം മൃത്യുലോകം ജയിക്കുന്നു. സത്യത്തിനായി ജീവിക്കുന്ന ഒരാൾ മരണത്തെ പോലും ജയിക്കുന്നു. കാരണം അമൃതത്വത്തെയാണ് അവർ പ്രാപിക്കുന്നത്. സത്യപരിപാലനം നടത്തുന്നവർ അമൃതത്വത്തെ പ്രാപിക്കുന്നു. എന്നാൽ സത്യം വിട്ടവർ മൃത്യുവെ പുൽകുന്നു. അവൻ മൃത്യുവാണ്. അസത്യമെന്നത് അമർത്യാവസ്ഥയാണ് സത്യം എന്ന് പറയുന്നത്. ആ അസത്യമായിരിക്കുന്ന മൃത്യുവിനെ പുൽകാതെ സത്യമാകുന്ന അമർത്യാവസ്ഥയെ പ്രാപിക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അവർക്ക് മാത്രമേ ശാശ്വതമായ സമാധാനത്തിൻ്റെ ഉടമയായി തീരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സത്യം പരിപാലിക്കൂ, ധർമ്മം ആചരിക്കൂ. എന്നാൽ ആ പരമമായ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. സത്യവും ധർമ്മവും നമ്മെ എത്തേണ്ടിടത്ത് എത്തിക്കും. അതിലപ്പുറം നമുക്കെത്താനായിട്ട് മറ്റൊന്നുമില്ല. അതാണ് സത്യം സ്വയം ശ്വസിക്കുന്നു, സത്യഹീനൻ സ്വയം നശിക്കുന്നു. സത്യത്തിനായി കൊണ്ടു ജീവിപ്പവൻ സ്വയം മൃത്യുലോകം ജയിക്കുന്നു.